സൂപ്പർ ജഡ്ജ് നേഹ കാക്കറും വിധികർത്താക്കളും വേദിയിലെത്തിയ അതിഥിയുമടക്കം ഹർഷാരവങ്ങളും ആർപ്പുവിളികളുമായി താളം പിടിച്ച് ചുവടുവെച്ച് ആസ്വദിച്ച മാസ്മരിക പ്രകടനവുമായി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യുടെ സെമി ഫൈനൽ റൗണ്ടിലും തരംഗം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് ആവിർഭവ്. സെമി ഫിനാലെ വേദിയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ബ്രഹ്മാണ്ഡ പ്രകടനത്തിനൊപ്പം ഫിനാലെയിലെ തൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് കാര്യകാരണസഹിതമുള്ള വളരെ ആധികാരികവും വസ്തുനിഷ്ഠവുമായ ഉറച്ച ഒരു നയപ്രഖ്യാപനവും ആവിർഭവ് സെമി ഫിനാലെ വേദിയിൽ നടത്തുന്നുണ്ട്. സെമി ഫിനാലെ റൗണ്ടിൽ അതിഥിയായി എത്തിയ വിഖ്യാത സംഗീത സംവിധായക ദ്വന്ദ്ങ്ങളായ കല്യാൺജി ആനന്ദ്ജിയിലെ കല്യാൺജിയുടെ മകനും ഗുപ്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ ഇന്ത്യയൊട്ടാകെ സെൻസേഷൻ സൃഷ്ടിച്ച പ്രമുഖ സംഗീത സംവിധായകനുമായ വിജുഷ സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയും വേദിയിൽ ചെന്ന് ചേർത്ത് നിർത്തി അമേസിംഗ് പെർഫോമൻസ് എന്ന് വിലയിരുത്തിയുമാണ് ആവിർഭവിൻ്റെ വിസ്മയ പ്രകടനത്തെ അഭിനന്ദിച്ചത്. ബഡേ മിയാ ചോട്ടെ മിയാൻ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ ആലപിച്ച കിസി ഡിസ്കോ മേ ജായേ എന്ന ജനപ്രിയ ഗാനമാണ് സെമി ഫിനാലെ റൗണ്ടിൽ ആവിർഭവ് ആലപിക്കുന്നത്. ചുമൽ കുലുക്കിയുള്ള പ്രത്യേക ബോഡി ലാംഗ്വേജ് അടക്കം വേദിയെ ഒന്നടങ്കം ത്രസിപ്പിച്ച ചടുലമായ ആലാപനത്തിനനുസരിച്ച് താളം പിടിച്ച് ചുവടുവെച്ച് ഹർഷാരവങ്ങളും ആർപ്പുവിളികളുമായാണ് വിജുഷായും സൂപ്പർ ജഡ്ജ് നേഹ കാക്കർ അടക്കമുള്ള മറ്റ് വിധികർത്താക്കളും ആസ്വദിച്ചത്. ആവിർഭവിന് വിന്നറാകാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള അവതാരകൻ ഹർഷ് ലിംബാച്ചിയയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് സെമി ഫൈനൽ വേദിയെ ഒന്നടങ്കം ഞെട്ടിച്ച ആധികാരികവും വസ്തുനിഷ്ഠവുമായ പ്രഖ്യാപനം കാര്യകാരണസഹിതം ആവിർഭവ് വ്യക്തമാക്കുന്നത്. ഞാൻ ഉറപ്പായും ഫൈനലിലേക്ക് കടക്കുകയും വിന്നറാവുകയും ചെയ്യും. അതിന് എനിക്ക് വ്യക്തമായ 3 കാരണങ്ങളുണ്ടെന്നാണ് ആവിർഭവ് സമർത്ഥിക്കുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ ബെസ്റ്റ് ആണെന്നും ഞാൻ നന്നായി പാടുമെന്നും അതിലെല്ലാം ഉപരിയായി എൻ്റെ പ്രകടനത്തിന് മാത്രമാണ് നേഹ കാക്കറും മറ്റു വിധികർത്താക്കളും ജഡ്ജിംഗ് ചെയറിന് മുകളിൽ കയറി നിന്ന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയതെന്നുമുള്ള 3 കാരണങ്ങളാണ് തൻ്റെ വിജയസാധ്യതയ്ക്കുള്ള മറുപടിയായി ആവിർഭവ് നൽകിയത്. ഉദിത് നാരായൺ മാസ്റ്റർ ക്ലാസ് റൗണ്ടിലെ ചാന്ദ് ചുപ്പാ ബാദൽ മേം എന്ന ഗാനത്തിൻ്റെ ആവിർഭവിൻ്റെ ഐതിഹാസിക പ്രകടനത്തിന് സൂപ്പർ ജഡ്ജ് നേഹ കാക്കറും മറ്റു വിധികർത്താക്കളും ജഡ്ജിംഗ് സീറ്റിന് മുകളിൽ കയറി നിന്ന് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ മറ്റൊരു മത്സരാർത്ഥിക്കും അവകാശപ്പെടാനാവാത്ത അപൂർവ നേട്ടം ആവിർഭവ് സ്വന്തമാക്കിയിരുന്നു. വിന്നറാകാനുള്ള സാധ്യതയെക്കുറിച്ച് സൂപ്പർ ജഡ്ജ് നേഹ കാക്കറിൽ നിന്നും ക്യാപ്റ്റന്മാരിൽ നിന്നും തനിക്ക് മാത്രം ലഭിച്ച സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യിലെ മറ്റൊരു മത്സരാർത്ഥിക്കും അവകാശപ്പെടാനാവാത്ത തൻ്റെ അപൂർവ നേട്ടം മുൻനിർത്തിയുള്ള ആവിർഭവിൻ്റെ കാര്യകാരണസഹിതമുള്ള ഉറച്ച പ്രഖ്യാപനത്തോട് നിങ്ങളിൽ ആരൊക്കെ യോജിക്കുന്നു? ആവിർഭവിൻ്റെ ആഗ്രഹം പോലെ വിന്നറാകണമെന്ന് നിങ്ങളിൽ ആരൊക്കെ ആഗ്രഹിക്കുന്നു?